BBC Malayalam TV, connecting Malayalis across Canada, streaming 24/7. ഫേസ് ഓഫ് ദ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫേസ് ഓഫ് ദ വീക്കിൽ എന്നോടൊപ്പം ഉള്ളത് എന്നെ ഒരുപാട് അതിശയിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രവീൺ വർക്കിയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അതുമാത്രമല്ല, പ്രവീൺ വർക്കിയുടെ സ്റ്റോറി സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഓരോ എപ്പിസോഡിൽ തീരുന്നതല്ല. കാരണം ഹിസ് എക്സ്പീരിയൻസ് ആൻഡ് ഹിസ് ജേർണി ഹാസ് ബീൻ ഗ്രേറ്റ് ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി so much more informative for you all. So let's welcome Praveen Varki to the Face of the Week podcast. So ചേട്ടാ പറയൂ, ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ, എന്തൊക്കെയുണ്ട്? ക്രിസ്മസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഈ വർഷം ആഘോഷിച്ചു. സുഹൃത്തുക്കളോടൊപ്പവും ഫാമിലിയോടൊപ്പവും വളരെയധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ ഒത്തിരിയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ, ചർച്ചിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അന്നേരം ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് നവംബർ 2nd വീക്കിൽ തുടങ്ങിയ ആഘോഷം ഈ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. അന്നേരം നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തിരിയധികം സുഹൃത്തുക്കളുണ്ട്. അന്നേരം നമ്മൾ ഒരുമിച്ച് വന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഫാമിലി നമ്മൾ ചേച്ചിയും പിള്ളേരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ടിരിക്കുന്നു. വൈഫ് 3 മക്കളുണ്ട്. ഞങ്ങൾ മിസ്സസാകെയാണ് താമസിക്കുന്നത്. അന്നേരം വർഷങ്ങളായിട്ട് ഞങ്ങൾ വന്ന കാലം മുതൽ അറിയുന്ന നമ്മൾ വോളിബോൾ കളിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അന്നേരം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇച്ചിരി ഗെയിംസൊക്കെ കളിച്ച് ക്രിസ്മസൊക്കെ ആഘോഷിച്ച് വളരെ നന്നായിട്ട് ഈ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ ചേട്ടനെ പറ്റിയിട്ട് ആർട്ടിക്കിൾസിൽ ഇങ്ങനെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, ഫാമിലി ആയിട്ടുള്ളതും പിന്നെ ചേട്ടൻ ചെയ്തിരിക്കുന്ന സോഷ്യൽ സർവീസസിനെ പറ്റിയിട്ടുള്ളതും ഒക്കെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പബ്ലിക് ഫേസിലേക്ക് വരുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. ഞാൻ 2011 കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് ഫാമിലിയായിട്ട്. അന്നേരം മൂത്ത മകനുണ്ടായിരുന്നു 1 വർഷം. ഞങ്ങൾ 2 സോഷ്യൽ വർക്കേഴ്സാണ്. അത് കഴിഞ്ഞ് ഇനീഷ്യൽ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് സോഷ്യൽ വർക്ക് ജോലിയിലേക്ക് കയറി. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റീനെ, നമ്മുടെ ന്യൂ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മൾ ഇൻഡിവിജ്വലി കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരിയധികം ക്വയറീസ് നമുക്ക് വന്നു. അത് ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ജോബുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൗൺസിലിങ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. നേരം ആ സമയത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മിസ്കൺസെപ്ഷൻസ് ഒത്തിരിയുണ്ട്. നേരം നമുക്ക് ആ ക്വയറികളെ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെയായി. എന്നാലും അതിനൊരു പ്ലാറ്റ്ഫോം വേണം എന്നുള്ള ഒരു ആശയം നമ്മൾ രൂപപ്പെടുത്തി. അങ്ങനെയാണ് ഒൻറ്റാരിയോ ഹീറോസ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസസ് എന്നുള്ള ഒരു പ്രസ്ഥാനം പിറക്കുന്നത്. അന്നേരം അതൊരു മലയാളി സംഘടനയല്ല. ഇതൊരു 18ഓളം നാഷണാലിറ്റികൾ, അതിൻ്റെ അകത്ത് 100-ലധികം പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ 30ഓളം പ്രൊഫഷനിൽ നിന്ന് 18ഓളം നാഷണാലിറ്റികൾ ഒരുമിച്ച് വന്ന് കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യാനും ആ സമയത്തുണ്ടായിരുന്ന ഒരു ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പിറന്ന ഒരു പ്രസ്ഥാനമാണ്. അന്നേരം അങ്ങനെയാണ് പബ്ലിക് സർവീസിലേക്കും കമ്മ്യൂണിറ്റി സർവീസിലേക്കൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത്. അതിനു മുമ്പ് നമ്മൾ ജനറലി കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. മെൻറ്റർഷിപ്പുകൾ, ജോബ് ലിങ്കേജസ്, ബാക്കിയുള്ള ഇമിഗ്രൻറ്റ് സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വോളണ്ടിയർ ഡ്രിവൺ ആയിട്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ അണ്ടറിൽ കളക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് കോവിഡ് കാലഘട്ടത്തിലാണ്. അന്നേരം ആ സമയത്ത് ഒത്തിരിയധികം ക്രൈസിസ് ഇഷ്യൂസ്, ഡെത്തുകൾ, അല്ലെങ്കിൽ മിസ്സിങ് കേസുകൾ, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ഫാമിലി വയലൻസുകൾ, ഡൊമസ്റ്റിക് വയലൻസ്, അഡിക്ഷൻ, മെൻ്റൽ ഹെൽത്ത്, അങ്ങനെ ഒത്തിരിയധികം പ്രശ്നങ്ങൾ ആ സമയത്ത് വന്നു. അന്നേരം ഒന്ന് എവിടെയാണ് റീച്ച് ചെയ്യേണ്ടതെന്നോ ആരെയാണ് റീച്ച് ചെയ്യേണ്ടതെന്നോ ഈ സർവീസുകളൊന്നും അന്ന് അവൈലബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അൺപ്രസിഡൻ്റൽ ടൈമിൽ ആരാണ് റീച്ച് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒത്തിരിയധികം കോളുകൾ, 100 കണക്കിന് കോളുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് ലെറ്റ്സ് എസ്റ്റാബ്ലിഷ് എ കോമൺ പ്ലാറ്റ്ഫോം. നമ്മളെ റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഹോട്ട് ലൈൻ, അന്ന് ഒരു കോൾ സെൻറ്റർ പോലെ നമ്മൾ ലൈന് 24 hours ഉള്ള ലൈന്, അതായത് എസ്പെഷ്യലി നമ്മളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും ന്യൂ ഇമിഗ്രൻസിനെയും ഫോക്കസ് ചെയ്താണ് അന്ന് ഓപ്പറേറ്റ് ചെയ്തത്. അന്ന് ഒത്തിരിയധികം കോളുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പരമാവധി നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഒത്തിരിയധികം ആൾക്കാർ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ടും അല്ലെങ്കിൽ അഡിക്ഷൻ, മെൻ്റൽ ഹെൽത്ത് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ റിഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ, കൂടാതെ ഒത്തിരിയധികം ആൾക്കാർ പല കേസുകളിലായിട്ട്
ജയിലിലൊക്കെ ആയിരുന്നു. അന്നേരം അവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒത്തിരി ആൾക്കാർ ഫുഡില്ലാതെയൊക്കെ ഐസൊലേറ്റഡ് ആയി. അന്നേരം ആ കാര്യങ്ങളൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തു. ഒത്തിരി ലാൻഡ് ലോഡ് ടെനൻസ് ഇഷ്യൂസ് വന്നു. കൂടാതെ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി ഫണ്ടൊക്കെ ഗവൺമെൻറ് ഡിസ്പേഴ്സ് ചെയ്തിരുന്നു എല്ലാവർക്കും തന്നെ. അന്നേരം എക്സസീവായിട്ട് റിസീവ് ചെയ്ത ഈ ഫണ്ടിൻ്റെ ഉപയോഗം ഒക്കെ അഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ പല മാറ്റേഴ്സിലേക്കും അവരെ കൊണ്ടുചെന്നെത്തിച്ചു. ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെക്കാളും ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പോപ്പുലേഷനിലാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തത്. അന്നേരം അവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കൂടാതെ അന്ന് കമ്മ്യൂണിറ്റിയിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയധികം സീനിയേഴ്സ്, അതായത് പാർട്ട്ണർ മരിച്ചു പോയതുകൊണ്ടുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പുറത്ത് പോകാനോ ഗ്രോസറി ഷോപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ മൊബിലിറ്റി ഇഷ്യൂസ്, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ്. അന്നേരം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കണക്ഷൻസ് അമംഗ് ജനറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഹാൾട്ടൺ റീജിയനുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ചെയ്തായിരുന്നു. അന്നേരം നമ്മൾ അതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൾ ചെയ്തു അക്രോസ് കാനഡയിലുള്ള വളണ്ടിയേഴ്സ്. അവർ ചെയ്തത് ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഗ്രീറ്റിങ്സ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് റീജിയണൽ ഓഫീസിൽ കൊണ്ടു കൊടുക്കും. അന്നേരം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സീനിയേഴ്സിന് അവർ പീരിയോഡിക്കലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഡെലിവറി ചെയ്യും. അന്നേരം നമ്മൾ നേരിട്ട് സീനിയേഴ്സിലേക്ക് നമ്മൾ പോയില്ല. കാരണം വെച്ചാൽ ഒന്ന് പ്രൈവസി, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ ബാക്കിയുള്ള നമ്മൾ എല്ലാം ന്യൂ കമറാണ്. പക്ഷേ ആ സിറ്റി ത്രൂ ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാം വളരെ പ്രൊഡക്റ്റീവായിരുന്നു. കാരണം സിറ്റി ഒഫീഷ്യൽസ് തന്നെയാണ് ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ടീം ഉണ്ടായിരുന്നു. ലീഗൽ അഫയേഴ്സ്, ക്രിമിനൽ അഫയേഴ്സ് ആയിക്കോട്ടെ, എന്ത് ലീഗൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ലത മേനോൻ. ലത മേനോനാണ് എല്ലാ ക്രിമിനൽ അഫയേഴ്സും ഈവൻ പ്രോബോണോ ബേസിസിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒണ്ടാരി ഹീറോസ് പ്ലാറ്റ്ഫോം പ്രോബോണോ ബേസിസാണ്. നമ്മളതിൻ്റെ അകത്ത് യാതൊരു കൺസൾട്ടേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും കളക്ട് ചെയ്യാറില്ല. നേരെ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഓൾമോസ്റ്റ് സെർവ് 24,000 അവേഴ്സ് പ്രൊഫഷണൽ കൺസൾട്ടേഷൻ സർവീസ്. അന്നേരം ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു $150 മുതൽ $300 വരെ കൊടുക്കേണ്ട ആ ഒരു സർവീസസിനെ ഒണ്ടാരി ഹീറോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്തു. അന്നേരം 24,000 ഇൻറ്റു ഇത്രയും ഡോളേഴ്സ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത്, ലീഗൽ, സോഷ്യൽ സർവീസസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അന്നേരം മൾട്ടി-മില്യൺ കോൺട്രിബ്യൂഷൻസ് ഈ പ്ലാറ്റ്ഫോമിന് അണ്ടർ കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, കനേഡിയൻസ് അറ്റ് ലാർജ്, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി മാത്രമല്ല, നമ്മൾ ഒത്തിരിയധികം കമ്മ്യൂണിറ്റികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള വ്യക്തികൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്വയറീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോൾ പുതിയ ന്യൂ ഇമിഗ്രൻസിനൊക്കെ ഓക്കെ എങ്ങനെ റീച്ച് ചെയ്യാം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കനേഡിയൻസും കൂടുതലും മലയാളികൾക്കപ്പുറം ബാക്കി കമ്മ്യൂണിറ്റീസിലാണ് സോഷ്യൽ വർക്കർ ഇതിന് വരുന്നത് അല്ലേ? ഒത്തിരി ആൾക്കാർ പല കമ്മ്യൂണിറ്റികളുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്കർ വർക്ക് ചെയ്യുന്നത് മലയാളി സമൂഹത്തിലല്ല, അവർ പല സെറ്റിങ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷനിലുണ്ട്, അഡിക്ഷൻ മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റികൾ. അന്നേരം അവർ സെർവ് ചെയ്യുന്ന പോപ്പുലേഷൻ കനേഡിയൻസ്, കൂടാതെ ഇമിഗ്രൻസിനെയും സെർവ് ചെയ്യുന്നുണ്ട്. അന്നേരം അവരുടെ ആ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എന്നുള്ളത് വളരെ ഹൈ ആണ്. അന്നേരം ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്നും വളരെ അക്സെപ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സോഷ്യൽ വർക്കേഴ്സിനും. അതായത് ഡോക്ടർമാരായാലും നഴ്സുമാരായാലും സോഷ്യൽ വർക്കേഴ്സ് ആയാലും ഹെൽത്ത് കെയറിൽ പെട്ട വ്യക്തികൾക്ക് അവരൊരു വളരെ വാല്യൂ ബേസ്ഡ് ആണ്. കൂടാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കമ്മിറ്റഡ് ആണ്, അവർ പാഷനേറ്റ് ആണ്, അന്നേരം അവർ സ്കിൽഡുമാണ്. അന്നേരം നമുക്ക് ആ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അന്നേരം അവരുമായിട്ട് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം ആ ഒരു ഇൻറ്റിഗ്രേഷൻ പെർസ്പെക്റ്റീവിലും നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു. അന്നേരം കാരണം നമ്മൾ ഇവിടുത്തെ സമൂഹമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആകണം, ഇവിടുത്തെ വാല്യൂസ് നമ്മൾ ലേൺ ചെയ്യണം. കാരണം നമ്മളിവിടെ സെർവ് ചെയ്യുന്ന പോപ്പുലേഷൻ കനേഡിയൻസ് ആണ്. അന്നേരം ആ ഒരു അഡാപ്റ്റേഷൻ നമ്മൾ ചെയ്തു. എന്നാൽ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഒത്തിരിയധികം കണക്ടിവിറ്റി ഉണ്ട്. അന്നേരം അതിനെ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം അവരുമായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അന്നേരം ഒരു വലിയ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ നമുക്ക് ഏത് റിസോഴ്സസ് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത അത്രയും റിസോഴ്സസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി എടുത്തു കഴിഞ്ഞാൽ 30ഓളം ഡിസിപ്ലിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്
ഒരു സിസ്റ്റത്തിന് ഇമ്പോസിബിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ സാലറി ആകാം അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടേഷൻ ഫീസാകാം കൊടുക്കാനായിട്ട് അത്രയും വലിയ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കൊണ്ടാരി ഹീറോസ് ഡിസൈൻ ചെയ്തതും അതിൻ്റെ വിഷൻ ചെയ്തതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളാണ്. അതിൻ്റെ ഫൗണ്ടറാണ് ഞാനെങ്കിലും അതിൻ്റെ പുറകിൽ ഒത്തിരിയധികം ആൾക്കാർ ഒത്തിരിയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിനെ വിഷൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യാനും നമ്മൾ സർവീസ് ഡെലിവറി കൊടുക്കാനും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ക്രൈസിസ് ഇൻ്റർവെൻഷൻ ചെയ്യാറുണ്ട്. പല മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ ഡെത്ത് കേസുകൾ മിസ്സിങ് കേസുകൾ എല്ലാം ലീഗലി ഇൻവോൾവ് ആണ്. ജയിലിൽ കിടക്കുന്ന കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളുണ്ട്. അന്നേരം നമ്മളെല്ലാം ലീഗലി ചെയ്യണം. അന്നേരം ഇത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംവിധാനത്തിനോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ അല്ല. അന്നേരം ആ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓവർസീ ചെയ്യണം. അന്നേരം 24,000 മണിക്കൂർ സെർവ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പുറകിൽ ഒത്തിരിയധികം 100 കണക്കിന് പ്രൊഫഷണൽ വോളണ്ടിയേഴ്സും ഒഫീഷ്യൽസും ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അന്നേരം ഒരു സെറ്റ് ബാക്കും ഇല്ലാതെ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അന്നേരം ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ കൂടെ പോയിട്ട് ആക്സസ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് സാധിച്ചു. അന്നേരം അതിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രോഗ്രാം നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തത് മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്, അതായത് ഡെൻ്റൽ അല്ലെങ്കിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പല മേഖലകളിലും ആ സമയത്ത് ഈ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നെറ്റ്വർക്കിംഗ്, ജോബ്, പ്ലേസ്മെൻറ്റുകൾ, അന്നേരം നമ്മൾ ഒത്തിരിയധികം മേഖലകളിൽ അന്ന് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ചെയ്തിരുന്നു. ഇന്നും ചെയ്യുന്നുണ്ട്. അന്നേരം ആ കാലഘട്ടത്തിൽ ഒത്തിരിയധികം പ്രൊഫഷണൽസിന്, ന്യൂ ഇമിഗ്രൻസ് ആയിട്ട് വന്നവർക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റുകൾ, കോപ്പുകൾ, അവരുടെ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഗൈഡൻസുകൾ അല്ലെങ്കിൽ ജോബ് ലിങ്കേജസ്, അവരുടെ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം വന്ന് ചെയ്യാൻ സാധിച്ചു. അന്നേരം ഒരു വലിയ ഒരു നെറ്റ്വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. വലിയൊരു ടീം, സ്ട്രോങ് ടീമിനെ കിട്ടിയത്. ടീമും ഉണ്ട്. അതുകൂടാതെ നമ്മൾ സഹായിച്ച അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ കൂടെ ഹെൽപ്പ് ചെയ്ത ഒരു 10,000 വ്യക്തികൾ ഈ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അന്നേരം നമുക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു വ്യക്തിനെ സഹായിക്കാനായിട്ട് ഒരു ഇൻഫർമേഷൻ വേണം. അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ മതി നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വ്യക്തികളുണ്ട്. പക്ഷേ ആ ഒരു ഫൈനൽ ഇൻഫർമേഷൻ, ഇതാണ് ഒരു സിനാരിയോ. നമ്മളൊരിക്കലും നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുള്ള കൺസൾട്ടന്റുമാരുണ്ട്, ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ഇനീഷ്യൽ ഫേസിലൊന്നും ഒരു വ്യക്തിയുടെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറില്ല. നമ്മൾ ആ സിനാരിയോ എടുക്കും, ഇതാണ് സിനാരിയോ. ടിമിൻസ് നോർത്ത് ബേയിൽ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ജയിലിലുണ്ട്. അന്നേരം ഇതാണ് ചാർജസ്. അന്നേരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അന്നേരം അതിൻ്റെ ആ ഒരു സിനാരിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറില്ല. ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ആ ഇൻഫർമേഷനോ കോൺടാക്ട് നമ്പറുകളോ ഡേറ്റ് ഓഫ് ബർത്തോ പാസ്പോർട്ടുകളോ ID-കളോ ഒന്നും നമ്മൾ ഷെയർ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇന്നൊരാൾ മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പേരെ സെർച്ച് ചെയ്യാനായിട്ട് വേണം. ആ സെർച്ച് ടീമിനെ നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പം നമ്മൾ അവരോട് ഫസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യും. ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഒരിക്കലും തേർഡ് പാർട്ടികളോട്, മീഡിയക്കാർ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാലോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അന്നേരം അത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറയും. ഇന്ന കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങൾ പാടില്ല. പിന്നെ ഏതെങ്കിലും ആ ഏജൻസികളായിട്ട് പാർട്ട്ണർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടും സെയിം എഗ്രിമെൻറ്റ് ചെയ്ത് സെയിം അണ്ടർസ്റ്റാൻഡിലാണ് നമ്മൾ സെർച്ച് പാർട്ടി ആയിക്കോട്ടെ ഇൻ്റർവെൻഷൻസ് ആയിക്കോട്ടെ ചെയ്യുന്നത്. നേരെ ഫ്രണ്ട് ലൈൻ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ വ്യക്തികളുടെ ഉള്ളൂ. ബാക്കി ജനറലൈസ് ചെയ്ത് പോകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ആ സിനാരിയോ മാത്രമേ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. നേരത്തെ ഈ ഇൻഫർമേഷൻ ലീക്കായി പോയി കഴിഞ്ഞാലും ഒരിക്കലും ആരാണ് എന്താണെന്നുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടില്ല. കാരണം ഇൻ കേസ് ഒരാളെടുത്ത് വേറെ ആൾക്ക് കൊടുത്തുവെങ്കിലും ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒരിക്കലും കിട്ടില്ല. അന്നേരം അതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസ് പ്രകാരം ചെയ്യുന്നതാണ്. അന്നേരം എല്ലാവരും തന്നെ നമ്മൾ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാറില്ല. എല്ലാവരും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രൊഫഷൻസാണ്. അവരവരുടെ ഡൊമൈനിൽ അല്ലെങ്കിൽ അവരവരുടെ ഏരിയയിൽ അവർ എക്സ്പേർട്ടീസാണ്. കാരണം നമ്മൾ വരുന്ന കേസുകളെ കറക്റ്റായിട്ട് ആരാണ് അവൈലബിൾ ഉള്ളത്, അന്നേരം ഓക്കെ ഇന്നയാൾ അവൈലബിൾ ഉണ്ട്, സോ ഞാൻ വില്ലിംഗ് ആണ് ടേക്ക് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കും. അന്നേരം നമ്മൾ എല്ലാ കോളേജുകളിൽ നിന്നും ഈ GTAയിലുള്ള ഒരുമാതിരി എല്ലാ കോളേജിൽ നിന്നും നമ്മൾ സ്റ്റുഡൻസിനെ പ്ലേസ്മെൻറ്റ് എടുക്കാറുണ്ട്. അന്നേരം ആ ഒരു സ്റ്റുഡൻസിനെ നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യും. അന്നേരം ഡെയിലി ഓപ്പറേഷൻസിന് കോർഡിനേഷനും ഫോൺ വിളികൾക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും ചിലപ്പോൾ ഔട്ട്റീച്ച് ചെയ്യേണ്ടി വരും, ചിലപ്പം നമ്മൾ ഷെൽട്ടറിൽ വിസിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ കോർഡിനേഷൻസ് വേണ്ടി വരും,
ചില ക്യാമ്പയിനുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അന്നേരം നമ്മൾ ഇവരെ ഉപയോഗിക്കും. അന്നേരം നമുക്ക് എപ്പോഴും ഒരു ടാസ്ക് ഫോഴ്സ് ഗ്രൗണ്ടിലുണ്ട്. അന്നേരം ആ സ്റ്റുഡൻസിനെ നമ്മൾ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് ജോബ് ലിങ്കേജസ് കൊടുക്കാറുണ്ട്. അന്നേരം ആ ഒരു സിസ്റ്റം എപ്പോഴും ഫുൾ ഫ്ലെഡ്ജിൽ റൺ ചെയ്യുന്നുണ്ട്. അന്നേരം ബാക്കിയുള്ള അവരവരുടെ ഏരിയകളിൽ, ഹോസ്പിറ്റലായിക്കോട്ടെ, ഹെൽത്ത് മിനിസ്ട്രിയിലായിക്കോട്ടെ, ഏരിയകളിൽ അവരെല്ലാം എംപ്ലോയിഡ് ആണെങ്കിലും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ഓൺഗോയിങ് ആയിട്ട് സ്റ്റുഡൻസും അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിലവിലുണ്ട്. അന്നേരം ഏത് സാഹചര്യത്തിലും നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാം. അന്നേരം അത് എന്ത് ക്രൈസിസ് സിനാരിയോ ആയിക്കോട്ടെ, അത് സിനാരിയോ എന്തും ആയിക്കോട്ടെ, സ്റ്റിൽ വി ആർ ഏബിൾ ടു ഹെൽപ്പ്. Looking for your next ride? At James Auto Group, we've got over 1,000 plus cars in stock. Brand new and quality pre-owned vehicles for every budget. Choose from Oakville Mitsubishi, Stratford Nissan, Stratford Kia, Mississauga Chrysler, the London Used Car Superstore, and the Mississauga Used Car Superstore. Your dream car is waiting. SUVs, sedans, trucks, and sports cars. Whatever you're after, James Auto Group brings you the selection, value, and service you can trust. Why wait? Drive your dream today with James Auto Group, where your journey begins. Visit us online at jamesauto.ca. ചേട്ടൻ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സോഷ്യൽ വർക്കർ എന്നുള്ളൊരു എന്തൊരു വലിയ സ്ട്രീമാണെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരാവട്ടെ, അതോ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാവട്ടെ, സോഷ്യൽ വർക്കറിന് എന്ത് വന്നാൽ ഒരു സോഷ്യൽ വർക്കറിനെ അവർക്ക് നീഡാവും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവർക്ക് അറിയില്ല അല്ലേ. സോ നമ്മുടെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പ്രശ്നമാവട്ടെ, അതായത് ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ ഈവൻ ടെനന്റ് ലാൻഡ് ലോർഡ് ഇഷ്യൂസ്, എന്ത് പ്രോബ്ലംസും ആവട്ടെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ പ്രവീൺ വർക്കിനെ റീച്ച് ചെയ്യാം. ഒരു വലിയ ടീം തന്നെ അവർക്ക് പിന്നിലുണ്ട്, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഒൻറ്റാരി ഹീറോസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നൂറുകണക്കിന് പ്രൊഫഷണൽസ് ഉണ്ട്. അന്നേരം ഇഷ്യൂ എന്തും ആയിക്കോട്ടെ, അത് ലീഗൽ ഇഷ്യൂസ് ആകാം, ക്രിമിനൽ ഇഷ്യൂസ് ആകാം, ഡൊമസ്റ്റിക് വയലൻസ് ആകാം, അഡിക്ഷനോ മെൻ്റൽ ഹെൽത്തോ, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റോ, അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ റിഹാബിലിറ്റേറ്റ് മാറ്റേഴ്സോ, എന്തും ആയിക്കോട്ടെ, ആ ഏത് മേഖലകളിലും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അഫയേഴ്സ് ആകാം, നേരം ഏത് മേഖലയിലും എക്സ്പേർട്ടീസും നോളജും റിസോഴ്സും ഉള്ള വ്യക്തികൾ ഒൻറ്റാരി ഹീറോസിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ട്. നേരം സ്കോപ്പ് എന്നുള്ളത് അൺലിമിറ്റഡ് ആണ്. നേരം ഏത് പ്രോബ്ലത്തെയും നമ്മളത് അനലൈസ് ചെയ്യും, ഫിഗർ ഔട്ട് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഒത്തിരിയധികം പാർട്ട്നേഴ്സുമായിട്ട്, കമ്മ്യൂണിറ്റി അസോസിയേഷൻസും ഓർഗനൈസേഷൻസുമായിട്ട് അക്രോസ് കാനഡയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നേരം മലയാളി കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റികളിലും നമ്മൾ റീച്ചുണ്ട്. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ആ ഇൻഫർമേഷൻസ്, റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കൂടാതെ നമ്മൾ സിറ്റി കൗൺസിലുമായിട്ടും സ്കൂൾ ബോർഡുമായിട്ടും അതേപോലെ തന്നെ MPP പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുമായിട്ടും ഫെഡറൽ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടും MP-മാരുമായിട്ടൊക്കെ നമ്മൾ വളരെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ നീഡുകൾ അഡ്രസ്സ് ചെയ്യാൻ, ഓരോ പ്രോബ്ലങ്ങൾ വരുമ്പം അവരുടെ ഗൈഡൻസ്, സപ്പോർട്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇനി പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടാതെ ധൈര്യത്തിൽ നമുക്ക് റീച്ച് ചെയ്യാനല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ എൻ്റെ നമ്പർ എല്ലായിടത്തും ഉണ്ട്. നേരം എൻ്റെ നമ്പർ കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ പേഴ്സണൽ സെൽ നമ്പർ കോളുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ ഓഫീസ് ടെലിഫോൺ, ഒൻറ്റാരി ഹീറോസിന് ഓഫീസ് ടെലിഫോൺ നമ്പറുണ്ട്. വെബ്സൈറ്റിൽ ടിക്കറ്റ് റൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ഇമെയിൽ അയക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പല വിധത്തിലും റീച്ച് ചെയ്യാം. അന്നേരം എന്നെ വിളിക്കുന്ന വ്യക്തികൾ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരോ നമ്പർ കൊടുത്തിട്ട് വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നമ്പർ അവൈലബിൾ ഉണ്ട്, വെബ്സൈറ്റിൽ നമ്പർ അവൈലബിൾ ഉണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് വിളിക്കുന്നതാണ്. അന്നേരം പ്രശ്നം എന്തും ആയിക്കോട്ടെ, അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, ഒൻറ്റാരി ഹീറോസിനും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അന്നേരം ക്രൈസിസ് ഇൻ്റർവെൻഷനും കമ്മ്യൂണിറ്റി സർവീസും എൻ്റെ ഒരു പാഷനാണ്. അന്നേരം നമ്മൾ ആ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ചെയ്യാറുണ്ട്. അതിനർത്ഥം നമ്മൾ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്ന ക്രൈസിസ് ഇൻ്റർവെൻഷൻ മോഡലിലല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ദർ ഇസ് ആൻ എമർജൻസി 911 വിളിക്കുക എന്നുള്ളതാണ് പ്രൈമറി. അതാണ് നമ്മൾ സ്റ്റിൽ എൻകറേജ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അവർക്ക് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കാനുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ചില സമയങ്ങളിൽ രാത്രിയിലൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്. ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ വൈബ്രേഷൻ ഇടാറില്ല. ഞാൻ എപ്പോഴും അതിനകത്ത് അടിക്കും മെസ്സേജ് വരുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി വരുമ്പോൾ അറിയാം എന്തെങ്കിലും ആൾക്കാർ അർജൻറ്റായിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അന്നേരം നമ്മളെടുത്ത് നോക്കും. അന്നേരം അവർ വിളിക്കുന്ന ആൾക്കാർ പറയും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ
ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്, ഒരാൾ വളരെ ആക്റ്റീവായിട്ട് സൂയിസൈഡ് തോട്ട്സൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അന്നേരം എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല. കൂടാതെ ഇവൻ വയലൻ്റ് ആണ്, ജോലി ചെയ്യുന്ന ആളെ കൊല്ലും, അല്ലെങ്കിൽ ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പായി അവരെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നൈഫൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അന്നേരം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും. അന്നേരം നമ്മൾ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് പല സാഹചര്യങ്ങളിലും നമ്മൾ 911 വിളിച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ വർക്കറായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡ്യൂട്ടി ടു റിപ്പോർട്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. കൂടാതെ അവരുടെ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ചില സാഹചര്യങ്ങളിൽ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ക്രൈസിസ് ലൈനിൽ വിളിക്കാറുണ്ട്. ക്രൈസിസ് ലൈനിൽ വിളിച്ച് ആ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് ആ ഒരു കേസ് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം നമ്മൾ ആ ഇൻ്റർവെൻഷൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അന്നേരം ആ ഒരു സമയത്താണ് അവർക്ക് ഇൻ്റർവെൻഷൻ വേണ്ടത്. അന്നേരം ആ ഒരു ടൈമിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ജനറലി നമ്മൾ വെബ്സൈറ്റിലും എല്ലാവരോടും പറയും നമ്മളൊരു 72 hours ആണ് നമ്മുടെ ഒരു ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് സപ്പോർട്ട് തരാനുള്ള ഒരു ഇൻ്റർവെൽ എന്ന്. പക്ഷേ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അന്നേരം നമ്മളൊരു ക്രൈസിസ് ലൈൻ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ല, കാരണം ഒത്തിരി ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അന്നേരം അതുകൊണ്ടാണ് ജനറലി നമ്മളൊരു 72 hours വിൻഡോ ഇടുന്നത്. പക്ഷേ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അവൈലബിൾ ഉള്ളത്, ഏത് മേഖലകളിലാണ് ഇൻ്റർവെൻഷൻ വേണ്ടത്, അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് എല്ലാ പ്രൊവിൻസിലും എല്ലാ സിറ്റിയിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നല്ല വ്യക്തികളുണ്ട്. അത് അസോസിയേഷനാകാം, അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാം, സോഷ്യൽ വർക്കേഴ്സ് ആകാം, അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആകാം, ഇലക്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആകാം. അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, നമ്മൾ കേസ് ട്രാൻസ്ഫർ ചെയ്യും. അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആ പ്രൈവസിയും ഇവിടുത്തെയുള്ള ആപ്ലിക്കബിൾ ലോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും സോഷ്യൽ മീഡിയകളിൽ കഥകളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല, അല്ലെങ്കിൽ കാരണം ഇതെല്ലാം ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷനാണ്. അന്നേരം അവരൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യുമ്പം ചിലപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത ഇൻഫർമേഷൻസൊക്കെ ബാക്ക് ഫെയർ ചെയ്യാം. അന്നേരം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ കേസ് 100 കണക്കിന് കേസുകൾ 1000 കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ എടുത്ത് ഇന്ന സിനാരിയോ ആണ് നമ്മൾ പറയാത്തതിൻ്റെ കാരണം ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഓവർകം ചെയ്യാനായിട്ട്. എന്നിട്ട് ആ വ്യക്തികളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ഫാമിലി ആയിട്ടും ജോലിയിലും ഒക്കെ. അന്നേരം അവരെ എനേബിൾ ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അന്നേരം ആ എല്ലാ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ റീച്ച് ചെയ്യാം. എൻ്റെ നമ്പർ അവൈലബിൾ ആണ് 6478540358, അല്ലെങ്കിൽ ontarioheroes.ca എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ വെബ്സൈറ്റ് തന്നെ നമുക്ക് ടിക്കറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻടേക്ക് ടീമിൻ്റെ ബോക്സിലേക്ക് വരും. നമ്മൾ റിസീവ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് നമ്മൾ ചെയ്യും, റിവ്യൂ ചെയ്ത ശേഷം ടൈംലി നമ്മൾ ഈ സർവീസ് ആരാണ് റിക്വസ്റ്റ് ചെയ്ത് അവരെ റീച്ച് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് ഫേസ്ബുക്കിൽ ഒൻറ്റാരിയോ ഹീറോസിന് പേജുണ്ട്, ഗ്രൂപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഏത് മുഖേന വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഏത് വ്യക്തിക്കും നമ്മളെ റീച്ച് ചെയ്യാവുന്നതാണ്. Looking for your next ride? At James Auto Group, we've got over 1,000 plus cars in stock. Brand new and quality pre-owned vehicles for every budget. Choose from Oakville Mitsubishi, Stratford Nissan, Stratford Kia, Mississauga Chrysler, the London Used Car Superstore, and the Mississauga Used Car Superstore. Your dream car is waiting. SUVs, sedans, trucks, and sports cars. Whatever you're after, James Auto Group brings you the selection, value, and service you can trust. Why wait? Drive your dream today with James Auto Group, where your journey begins. Visit us online at jamesauto.ca. അപ്പോൾ പ്രവീണെ റീച്ച് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾക്ക് പ്രവീൺ ചേട്ടനെ പറ്റി കൂടുതലൊന്ന് അറിഞ്ഞാലോ? അപ്പോൾ ഒരു Q&A സെക്ഷനിലേക്ക് പോവാം. കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പ്രൊഫഷണൽ പ്ലസ് പേഴ്സണൽ ലൈഫിൽ പ്രവീണിനെ പറ്റിയിട്ട് അറിയാനായിട്ട്. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവീണിനെ പബ്ലിക്കിന് ഒരു സോഷ്യൽ വർക്കർ, ഫൗണ്ടർ ആൻഡ് ലീഡർ ആയിട്ടാണ് കൂടുതലും അറിയാവുന്നത് അല്ലേ? ബിയോണ്ട് ദിസ് ടൈറ്റിൽസ്, ഹൂ ആർ യു ആസ് എ പേഴ്സൺ? ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു ഫാമിലി മാൻ. ഞാൻ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. വൈഫും 3 കുട്ടികളും ഉണ്ട്. എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. അന്നേരം ഒരു
സമൂഹത്തിൽ സാധാ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. നേരം സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു എലീറ്റ് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയൊന്നുമല്ല, സാധാ ഒരു ഫാമിലി മാൻ. അതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഉറപ്പായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ 24/7 അവൈലബിൾ ആവേണ്ട ഒരു വ്യക്തിക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും അധികം എത്താൻ പറ്റില്ലല്ലോ. അപ്പോഴേ ചേച്ചിയുടെയും കുട്ടികളുടെയും സപ്പോർട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് എന്താണ്, അതായത് സോഷ്യൽ വർക്കർ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ എന്തായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ? അതായത് ഇത് ഒരു നോർമൽ ഒരു 9 to 5 ജോബ് അല്ല അല്ലേ, എപ്പോഴായാലും ആൾക്കാർക്ക് അവൈലബിൾ ആവണം. അത് ഒരു കൈൻഡ് ഹ്യൂമൻ ബീങ്ങിന് മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പം എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഒരു സോഷ്യൽ വർക്കർ ആവണമെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ പരിമിതികളുണ്ട്. കാരണം നമ്മളെല്ലാം ഒരു ഇതിൽ ലിമിറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ പ്രവീണിന് എങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ? ഓക്കെ, ഈ ഒരു കരിയർ അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇത് തന്നെയാണ്, ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് അല്ലേ. എന്താണ് ഇൻസ്പിറേഷൻ? അന്നേരം ഞാൻ വരുന്നത് മലബാറിൽ നിന്നാണ്, കണ്ണൂർ. എൻ്റെ സ്വദേശം പേരാവൂരാണ്. അന്നേരം കേരളത്തിലെ കുടിയേറ്റം, നമ്മൾ കാനഡയിലേക്ക് 60 വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ കുടിയേറി വന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മൾ. അന്നേരം പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കുടിയേറ്റം തെക്ക് തിരുവിതാംകൂർ നിന്ന് മലബാറിലേക്കാണ്. അന്നേരം എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ് ഒരു ഇടുക്കി വണ്ടമേടിയിൽ നിന്ന്, എൻ്റെ ഗ്രാൻഡ് മദർ കോട്ടയം ഏരിയയിൽ നിന്നാണ്. അന്നേരം മലബാറിൽ അന്ന് കാടും മലയും അല്ലെങ്കിൽ എന്താ പറയണ്ടേ മലമ്പാമ്പും മലമ്പനിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പടവെട്ടി അവിടെ പൊന്നു വിളയിച്ച് ആ ഒരു സംസ്കാരം. അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസത്തിന് ഒത്തിരിയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ആ വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു വാല്യൂസ് ഉണ്ട്. അതായത് ആ സമയത്ത് നമ്മളെല്ലാം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. കാരണം അതിജീവനത്തിൻ്റെ ഒരു പാത അന്ന് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അവർ വന്ന് പണിയെടുത്ത് പള്ളിയും സ്കൂളും അല്ലെങ്കിൽ ആതുരാലയങ്ങളും ഒക്കെ പടുത്ത് കെട്ടിയുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം കൊടുത്ത്, അന്നേരം അവരെല്ലാം വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അന്നേരം ആ സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിലോ അവിടെ എല്ലാവരും ഓടിയെത്താറുണ്ട്. അന്നേരം വ്യക്തിബന്ധങ്ങൾ അന്ന് വളരെ കൂടുതലാണ്. അന്നേരം അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ സമൂഹത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും വളരെ കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അന്നേരം നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ ഫാദർ ഈസ് ഒരു സോഷ്യൽ സർവീസ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. സമൂഹത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും ആ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു റോൾ മോഡലിങ് എപ്പോഴും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അന്നേരം എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു പാഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിക്കോട്ടെ കിട്ടിയത്. അന്നേരം നമ്മൾ മലബാറിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ ജീവിക്കുന്ന വ്യക്തി, അന്നേരം നമുക്ക് വ്യക്തിബന്ധങ്ങൾ വളരെ കൂടുതലാണ്. അന്നേരം ഈ അതിജീവനത്തിൻ്റെ പാത എന്നുള്ളത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ എല്ലാ ലൈഫ് സ്കില്ലുകളും, അതായത് ഇപ്പം റബ്ബർ വെട്ടാനായിക്കോട്ടെ അല്ലെങ്കിൽ തെങ്ങിൽ കയറാനായിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ നീന്തലായിക്കോട്ടെ, അങ്ങനത്തെ ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട എല്ലാ സ്കില്ലുകളും നമ്മൾ അവിടുന്ന് തന്നെ സ്വായത്തമാക്കും. അത് നമ്മുടെ മാതാപിതാക്കളും കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നൊക്കെ ഇൻസ്പിറേഷനുണ്ട്. അന്നേരം നമ്മൾ ആ സമയത്തും നമ്മൾ ഫുള്ളി പ്രിപ്പയർഡാണ്. അന്നേരം അതുകൊണ്ട് നമ്മുടെ ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ UP 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിലുള്ള അന്നത്തെ കൂട്ടുകാരോടൊക്കെ ഇന്നും നല്ല സൗഹൃദങ്ങളുണ്ട്. അന്നേരം നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ അതിർവരമ്പുകളൊന്നുമില്ല, നമ്മളെല്ലാം ഒരു സമൂഹമാണ്. അന്നേരം നമുക്ക് അന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യവും ഒക്കെയുണ്ട്. അന്നേരം ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം അന്നുമുണ്ട്. അന്നേരം നമ്മളിപ്പം എന്താ പറയണ്ടേ, ഒരു വലിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ധൈര്യത്തോടെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അന്നേരം ആ ധൈര്യം നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ട്. എന്തിനും അവർ കൂട്ടത്തിൽ നിൽക്കും. അന്നേരം ആ സൗഹൃദങ്ങൾ ഇന്നും ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ആ സമൂഹം 90 കിഡ്സ് എന്ന് പറയുന്ന സമൂഹം കൂടുതൽ വ്യക്തികളും നമ്മളെല്ലാം ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് കടന്നു പോയത്. അന്നേരം ആ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടെന്നുള്ളത് ഇപ്പം ഒരു പാവപ്പെട്ടവനോട് സഹായിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്,
അല്ലെങ്കിൽ അവിടെ വീട് വെക്കാനായിട്ട് അവർക്ക് അത്രയധികം പൈസയൊന്നുമില്ല, നമുക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. അന്നേരം അതൊക്കെയായിരുന്നു ചെറിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അന്നേരം ആ ഒരു സീഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ വർക്കിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അങ്ങനെ വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ എക്യുപ്പ് ആകണം, നമ്മളതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ബിൽഡ് ചെയ്യണം. അല്ലാതെ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റീസോ സ്കിൽ സെറ്റോ ഇല്ലാതെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം വന്നു. അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ വർക്കിലേക്ക് കടന്നു വന്നത്. ഓക്കെ, പ്രവീൺ വർക്കിയുടെ ഈ ഒരു എക്സ്പീരിയൻസും ജേർണിയും ഒക്കെ ട്രൂലി ഇൻസ്പയറിംഗ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും നമ്മൾക്ക് കേൾക്കാനുണ്ട്. പക്ഷെ അതിനു മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് കം ബാക്ക്.